ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഗായ്സ്. ഇന്ന് ഞങ്ങൾ പോയത് ചെന്നൈയിലുള്ള മെറീന ബീച്ചിലോട്ടാണ്. ആ ബീച്ചിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് ഗായ്സ്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണിത്. പറഞ്ഞ പോലെ തന്നെ വലിയൊരു ബീച്ചായിരുന്നു ഗായ്സ്. എനിക്കും എൻ്റെ ഇക്കാക്കും വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അവിടെ നിറച്ച് ഷോപ്സ് ആയിരുന്നു. ടോയ് ഷോപ്സ് ഉണ്ട്, ഫുഡിൻ്റെ ഷോപ്സ് ഉണ്ട്, ഐസ്ക്രീം ഷോപ്സ് ഉണ്ട്, അങ്ങനെ പലതരം ഷോപ്സ് ഉണ്ടായിരുന്നു. ഈ ബീച്ചിൻ്റെ വേറെ പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റില്ല, പക്ഷേ സൺറൈസ് കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ നാട്ടിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഗൈസ് ഇവിടത്തെ ബീച്ച്. ഇത്രയും വലിയൊരു ബീച്ചിൽ ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് വരുന്നത്. എല്ലാവരും കൂടി പോയത് കാരണം ഞങ്ങൾ കുറേ പല ഫുഡ്സ് ട്രൈ ചെയ്തു. പാനിപ്പൂരിൻ്റെ തന്നെ പല വേർഷൻസ് തിന്നു, പിന്നെ കോൺ ഫ്രൈ തിന്നു. അങ്ങനെ കുറേ സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ച് തിന്നുകയും വാങ്ങിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ അത്യാവശ്യം ടോയ്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. നോർമലി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറേ വില കുറവായി തോന്നി. നമ്മുടെ നാട്ടിൽ വളരെ പൈസ കിട്ടുന്ന ബൊമ്മകളൊക്കെ 50, 60, 70 രൂപയ്ക്കൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. ഞങ്ങളങ്ങനെ പോകുന്ന സമയത്ത് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പട്ടിക്കുട്ടിയെ ഞങ്ങൾ കണ്ടു. പിന്നെ ഞങ്ങൾ സ്പെഷ്യലായി ട്രൈ ചെയ്തതായിരുന്നു ഒരു ഐസ്ക്രീം. കുറേ പേര് കോൺ ഐസ്ക്രീമും കുറേ പേര് ഐസുമാണ് വാങ്ങിച്ചത്. ഐസ് വെറൈറ്റി ആയിരുന്നു ഗൈസ്. ദേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഐസ്. കുറേ പേര് പല ഫ്ലേവർ ആയിട്ടാണ് വാങ്ങിച്ചത്. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ അത്. ഞങ്ങൾ ഷീറ്റൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ ബീച്ചിൽ അതൊക്കെ വിരിച്ച് കുറേ നേരം അന്താക്ഷരി കളിച്ചു, പിന്നെ യൂനോ കളിച്ചു. അങ്ങനെ കുറേ കളികൾ ഞങ്ങൾ കളിച്ചു. കുറേ സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അവിടെ കണ്ട പലതരം കാഴ്ചകളാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഹവക്കുട്ടിക്ക് ഒരു ഹെയർ ബാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഇങ്ങനെ വട്ടത്തിലുണ്ടാവുന്ന ഹെയർ ബാൻഡ്, തൂവലൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ ലൈറ്റൊക്കെ കൊടുത്തിട്ടോ. അത് നമ്മുടെ വീഡിയോൻ്റെ തമ്പിൽ അത് കാണാൻ പറ്റും. ഈ വീഡിയോയിൽ ഹവക്കുട്ടിയുടെ എണ്ണയും തലയിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും. അതെനിക്ക് വളരെ ഇഷ്ടമായി ഗൈസ്. സൂപ്പർ സാധനമാണ്. എൻ്റേത് കളർഫുള്ളും ഹവക്കുട്ടിയുടെ വൈറ്റുമാണ്. എൻ്റെ ഹെയർ ബാൻഡ് കളർഫുൾ ആയതുകൊണ്ട് എൻ്റെ ഹെയർ ബാൻഡ് മുഴുവൻ കളർഫുൾ ലൈറ്റ്സ് ആയിരുന്നു. പിന്നെ ഹവക്കുട്ടിയുടെ ഹെയർ ബാൻഡിന് ഗോൾഡൻ ലൈറ്റ് ആയിരുന്നു. അത് വളരെ രസമുണ്ടായിരുന്നു. മാലാഖ പോലെ ഇരിക്കണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മെറീന ബീച്ച്. ഞങ്ങൾ കഴിച്ച ഫുഡിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. ബലൂണിൽ തോക്ക് വെച്ച് ഷൂട്ട് ചെയ്യുന്ന ഗെയിം, യന്ത്രൂഞ്ഞാലുകൾ, പിന്നെ നല്ല ഫ്രഷ് മീനുകളും മസാല തേച്ച് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ കടലിലൊന്നും ഇറങ്ങിയിട്ടില്ല ഗായ്സ്. ജസ്റ്റ് കടലിൻ്റെ അടുത്ത് വരെ പോയി തിരിച്ചു വന്നു. എന്നാലും രാത്രി ആയാലും കടൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഗായ്സ്. പിന്നെ അവിടെ ഹോഴ്സ് റൈഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് കുറേ ടൂറിസ്റ്റുകാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിന്ന ഒരു വെറൈറ്റി സാധനമായിരുന്നു കോൺ ചുട്ടത്. അത് ചുടുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു ഗൈസ്. പൂത്തിരി കത്തുന്ന പോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചുട്ടതും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പുഴുങ്ങിയതും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടിന് മേലെ മസാല തേച്ചിട്ടാണ് അവർ തന്നിട്ടുണ്ടായിരുന്നത്. പുഴുങ്ങിയതിന് മേലെ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് ആയിരുന്നുണ്ടായിരുന്നത്. രണ്ടും നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഹവക്കുട്ടിയുടെ കോണിൽ കുറച്ച് മസാല കുറവായിരുന്നു, എന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു. കുറച്ച് സമയം ഞങ്ങൾ അതൊക്കെ കഴിച്ച് നടന്നു. അപ്പോഴാണ് ഞങ്ങൾ പാനിപ്പൂരി കട കണ്ടത്. പിന്നൊന്നും നോക്കാൻ നിന്നില്ല. എല്ലാ വെറൈറ്റികളും ഓരോ പ്ലേറ്റ് വെച്ച് ട്രൈ ചെയ്തു. ഇപ്പം കണ്ടത് പാനിപ്പൂരി. ഇതെന്തോ മസാല. ഇതിനൊക്കെ പലതിനും പല വെറൈറ്റി പേരുകളൊക്കെ ഉണ്ട്. ഇതൊന്നും എനിക്ക് പറയാൻ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ അധികം പേരുകളൊന്നും ഇവിടെ പറയുന്നില്ല.
ഒരു കാര്യം മാത്രം ഞാൻ പറയാം, എല്ലാ സാധനവും മത്സരം പോലെ അടിപൊളിയായിട്ട് ടേസ്റ്റ് ആയിരുന്നു. ഒരെണ്ണത്തിൻ്റെ ടേസ്റ്റ് കഴിയുമ്പോൾ അടുത്ത അടിപൊളി സാധനം വരും, അത് കഴിച്ച് കഴിയുമ്പോൾ അതിനും അടിപൊളി സാധനം വരും. അതുപോലെയായിരുന്നു ഗൈസ്. എന്നാൽ ഞങ്ങൾ കുറച്ച് ഗെയിംസൊക്കെ കളിച്ചു, കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഇത് ഹവക്കുട്ടി ഞാനെടുത്തൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹവക്കുട്ടീനെ ഇഷ്ടപ്പെട്ടോ? എല്ലാവരും കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞങ്ങളുടെ രാത്രിയായപ്പോൾ ഒടുക്കത്തെ തിളക്ക എന്ത് ഭംഗിയാണെന്ന് അറിയോ ഇത് കാണാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ബീച്ചിലത്തെ കാഴ്ചകൾ കണ്ട് ഒരു ദിവസം ഫുള്ളായി സ്പെൻഡ് ചെയ്ത് തീർത്തു. നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഗൈസ്. പിന്നെ എൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ദീദിയാണ് എൻ്റെ ഹെയർ സ്റ്റൈല് സെറ്റ് ചെയ്ത് തന്നത്. പിന്നെ ഞങ്ങൾ കറക്കാൻ കൊണ്ടേതൊക്കെ ഞങ്ങളുടെ റേനമ്മയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, സീ യു.